മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ അട തയ്യാറാക്കാം. നമ്മൾ ചക്കയട തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് മത്തങ്ങ അടയും തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. മത്തങ്ങ അട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാമുള്ള ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിന്റെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മത്തങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതുകൊണ്ടൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പൊടിച്ചിടാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മത്തങ്ങ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ശർക്കര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അഴുക്കാണ്. നമുക്കൊരു തവി വെച്ച് ഇതങ്ങോട്ട് കോരിക്കളയാം. ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. മത്തങ്ങ ഇപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് മത്തങ്ങ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പൊ നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തത് കൊണ്ട് ഇതിലധികം വെള്ളമൊന്നുമില്ല. നമ്മളിത് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം കൂടുതൽ ഉണ്ടാവും. ഇപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ വരട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടിയെടുക്കാം. ഇത് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് പൊട്ടിത്തെറിച്ച് കൈയൊക്കെ പൊള്ളും. അപ്പോൾ അതനുസരിച്ച് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അല്പം വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട്. ഞാനിതൊരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചില ശർക്കരയ്ക്ക് മധുരം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കര അധികം മധുരം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 500 ഗ്രാം മത്തങ്ങയ്ക്ക് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. മധുരം കുറവുള്ളതാണെങ്കിൽ ഒരു 350 ഗ്രാം ഒക്കെ എടുക്കേണ്ടി വരും. ഇനി ശർക്കര പാനിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിന്റെ അളവൊന്ന് കുറച്ച് കുറഞ്ഞു കിട്ടണം. ഇതിന്റെ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. നമ്മളിത് വരട്ടിയെടുക്കാൻ, ഹലുവയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഇത് വരട്ടിയെടുക്കണം. ഇതിപ്പോ നമുക്ക് അട തയ്യാറാക്കാനായിട്ട് ആയതുകൊണ്ട് ഇത്രയുമേ ഞാൻ വരട്ടിയെടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ചിരണ്ടിയതിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി കൂടി ചേർക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. ഞാൻ കുറച്ച് മത്തങ്ങ മാത്രം എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് മുഴുവനും അട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. നമ്മൾ കൂടുതൽ മത്തങ്ങ വരട്ടി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ബാക്കി നമുക്ക് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അട ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്പം അരിപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് ഇതിലേക്ക്. ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ അരിപ്പൊടിക്ക് പകരം റവയാണെങ്കിലും ചേർത്ത് നമുക്ക് അട തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഈ അട തയ്യാറാക്കുന്നത് വാഴയിലയിലാണ്. ഞാനിവിടെ ഇല വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇതിലേക്ക് ഓരോ ഉരുള വീതം എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് മടക്കി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഇതുപോലെ വെച്ച് ഇല കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇലയിലേക്ക് നമ്മൾ ഓരോ ഉരുള എടുത്ത് വെച്ചിട്ട് കനം കുറച്ചൊന്ന് പരത്തി എടുക്കുകയും ചെയ്യാം. ഇതുപോലെ കനം കുറച്ചും പരത്തിയെടുക്കാം. നമ്മളിപ്പോ അടയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് അട വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഓരോ അട വീതം ഇതിലേക്ക് എടുത്ത് വെക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അടയെല്ലാം തയ്യാറായി കിട്ടും. നമ്മുടെ അടയെല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടയാണ്. ഇനി മത്തങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ ചക്കയടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഒരെണ്ണെടുത്തൊന്ന് മുറിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.